ഹായ്. അപ്പോഴേ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവല്ല, യാത്ര അയക്കാൻ പോവുക. അമ്മയും അമ്മച്ചിയും അമ്മച്ചി അതിനേക്കൊക്കെ ഇന്ന് പോവുകയാണ്. പിന്നെ അവരെ യാത്ര അയക്കാൻ പോവുക. ഇന്നല്ല, ഇതിപ്പോൾ രാത്രിയാണ്. പിന്നെ അവർ പോവും. അപ്പം അവരെ യാത്ര അയക്കാനുള്ള തത്രപ്പഴം മുന്നിൽ കാണുന്നത്. ഈ പെട്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അമ്മയുടെ പെട്ടിയാണ്. എന്താ അതിനകത്തെന്താ അത് വണ്ടിക്ക് തീർന്നോട്ടെ മോസി. വാ, അമ്മേനെ നന്നായിട്ട് നോക്കണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? നീയുള്ള അമ്മേനെ നോക്കാൻ നിന്നെ ഏൽപ്പിച്ചേക്കുക കേട്ടോ. ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. ഓ ഓ സ്നേഹപ്രകടനം. ഞാൻ വരുന്നില്ല. അപ്പം അമ്മേനെ നന്നായിട്ട് നോക്കണേ. കുടുത്തക്കിടൊന്നും കളിച്ച് അമ്മയോടും ചീത്തയൊന്നും മേടിച്ച് കേട്ടരുത് കേട്ടോ. ഞാനില്ലാത്തപ്പോൾ നീയുള്ള അമ്മയ്ക്കൊരു കൂട്ട്. ഞാൻ പെട്ടെന്ന് വരാട്ടോ. ഞെരിക്കാട്ടിരിക്കണം. ഓ പിണങ്ങണ്ട. ശരി ശരി. ഓക്കെ. പിണങ്ങണ്ടടി പെണ്ണേ, പിണങ്ങാതെ നല്ല മെഡിക്കായിട്ടിരിക്കണം കേട്ടോ. എൻ്റെ പെണ്ണ് മെഡിക്കല്ലേ, മേടിക്കാട്ടോ. സെബയുടെ ശത്രുവായ പല്ലിനെ കണ്ട് എൻ്റെ ആക്രാന്തം. ആക്രാന്തമല്ല, ഒരു ദേഷ്യം. അത് എന്താ പറയാ കിട്ടുന്ന കാര്യം? പല്ലി പോയി. കുറെ നാൾ കൂടിയിട്ട് ഒരു പല്ലിനെ കിടന്നല്ലേ സഭ, കിട്ടുന്നുമില്ല. ഞാൻ അവിടെ പോകുമ്പോൾ ഇഷ്ടം പോലെ പല്ലിനെ കിട്ടാൻ പിടിച്ചോ. തുണിയൊക്കെ അലക്കാനിട്ടു. നാളെ പോകണ്ടേ? അത് പറഞ്ഞപ്പോൾ നാളെ എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. അത് നാളെ അറിഞ്ഞാൽ മതി. ഞാൻ സൂത്രം കാണിച്ചു തരാം. മാറ്റി വെക്കട്ടെ. ഇതുണ്ടോ, ഫ്രിഡ്ജിൽ കഴിക്കാനുള്ളതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് പോയേക്കുന്നത്. വൈകുന്നേരം ഒരു ചേച്ചി വരും ചൂടാക്കി തരാൻ. അപ്പം രാവിലെ അച്ചാച്ചനും ഷീബാൻറ്റിയും ഉണ്ടായിരുന്നു. അന്നേരം ഞങ്ങളെ ഭാര്യ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാ. പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അത് പോയി. ഇപ്പം എല്ലാ അർത്ഥത്തിലും ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. സെബ പോലും ഇല്ല മിണ്ടി പറയാനേ. മുമ്പ് സെബ ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ മിണ്ടി പറയാൻ. ഇപ്പം അതുമില്ല. ശരിക്കും ഒറ്റയ്ക്കാണ്. ആരെങ്കിലൊക്കെ ഫോൺ വിളിച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാമറയോടാണ് സംസാരം. അങ്ങനെ സെബ നമ്മളെ വിട്ടിട്ട് പോയി. സെബയുള്ള ലാസ്റ്റ് വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടേ. എവിടെ എങ്ങനെ പോയി എന്നൊന്നും എനിക്കറിയില്ല. അമ്മ ഒരു കാറിൽ പോയ സമയത്ത് കാണാണ്ടായതാണ്. എവിടെ പോയിരുന്നു, എങ്ങനെ പോയിരുന്നു, ആർക്കും ഒരു ഐഡിയ ഇല്ല. പാവങ്ങൾ കുറേ നോക്കി. എവിടെ ആയാലും ജീവിച്ചിരുന്നാൽ മതിയായിരുന്നു. ഒരുപാട് നോക്കിയതല്ലേ. അപ്പം പെട്ടെന്ന് പോയപ്പം
ആർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സ്വന്തം മോളെപ്പോലെ കൊണ്ടുവന്നതല്ലേ. അങ്ങനെ ഇനിസബില്ല. എവിടെയായാലും വേറെ ആരിലും ദത്തെടുത്തിട്ടോ അല്ലെങ്കിൽ സ്വയമായിട്ടോ ജീവിക്കട്ടെ. വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ആ ഒറ്റ പ്രാർത്ഥനയുള്ളൂ. കരഞ്ഞ് തലയൊക്കെ വേദന എടുത്തിട്ട് വയ്യ. ഇതുവരെ ഒരു അറിവും കിട്ടിയിട്ടില്ല അവളെ പറ്റി. ഞാൻ നേരത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തായിരുന്നു. അത് അവൾ പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതുവരെ അവളെ പറ്റി ഒരു അറിവും ഇല്ല. ഇപ്പോൾ സമയം 12 മണിയായി. കിട്ടും എന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ സഹായത്താൽ കിട്ടട്ടെ. ഇനി കിട്ടിയില്ല എന്നാണെങ്കിൽ അമ്മയെ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. അവളായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിരുന്ന ഒരാൾ അമ്മയാണ്. വീഡിയോയിൽ നിങ്ങൾ കാണുന്നതാണല്ലോ. ഒരു സെക്കൻഡോടെ കണ്ടില്ലെങ്കിൽ സെബാ എന്നും പറഞ്ഞ് പുറകെ നടക്കും. അല്ലെങ്കിൽ എന്നെ ചൂടാക്കി അന്വേഷിക്കാൻ പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെയുള്ള ആൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യുമെന്നോ എങ്ങനെ ഇത് അംഗീകരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അംഗീകരിച്ചു എന്നല്ല കേട്ടോ, എനിക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം അമ്മ നാട്ടിലാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തന്നെ ഇവിടെയുള്ള പല സ്ഥലങ്ങളും ഇപ്പം ഇവിടെ അവൾ വന്ന് കിടക്കുന്നതാണ്. അങ്ങനെ ഈ വീട്ടിലുള്ള ഓരോ മുക്കിലും മൂലയിലും നമ്മളുണ്ടെങ്കിൽ അവളങ്ങനെ ചുരുണ്ടുകൂടി വന്ന് കിടക്കുകയെ. അപ്പം ഇതൊക്കെ കാണും എടുക്കുമ്പോഴേക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സങ്കടം ഉള്ളിൽ, ഒരു നീറ്റൽ, ഒരു വിങ്ങൽ. എല്ലാവരും പറയുമായിരുന്നു പൂച്ചയെ വിശ്വസിക്കരുത്, പൂച്ച ഇറങ്ങിപ്പോകും എന്നൊക്കെ. പക്ഷെ നമ്മൾ ഇങ്ങനൊരു ട്രാജഡി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പോകുന്നു ഒരു വല്ലാത്ത അവസ്ഥയായിപ്പോയി. എനിക്ക് അവളെ കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. ഇനി കിട്ടിയില്ല എന്നാണെങ്കിൽ അമ്മയെ എങ്ങനെ മാനേജ് ചെയ്യും എന്നെനിക്കറിയില്ല. കാരണം അതേപോലെ ഡൗണാണ് ആൾ. പറഞ്ഞു വരുമ്പോൾ ഞാനും അതെ കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. ഇത്ര നേരം കരച്ചിലായിരുന്നു. കരഞ്ഞൊരു വഴിയായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തേവരയിൽ ഒരു പ്രമുഖ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വിട്ടു. അവിടെ നിന്ന് വിട്ടിങ്ങ് പോകുന്ന സമയത്ത് അല്ലെങ്കിലും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയായിരുന്നു. എനിക്കൊരു പെറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പട്ടിയായിരുന്നു ആഗ്രഹം. പക്ഷേ അച്ഛനും അമ്മയ്ക്കും വീട്ടിൽ പട്ടീനെ വളർത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ ഞാൻ അങ്ങനെ പൂച്ചയിലേക്ക് മാറ്റി. പെറ്റ് ലോകം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ ഇവളുടെ പോസ്റ്റ് കണ്ടു. അച്ഛനോട് പറഞ്ഞു. അച്ഛനും ഞാനും കൂടെ തൃപ്പൂണിത്തുറ പോയി മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നപ്പം അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ നോക്കൂല എടുക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെപ്പോഴും അമ്മേനെ അതുപോലെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു. ലാസ്റ്റ് പിന്നെ അമ്മയ്ക്ക് അവളോട് ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരെ കഴിഞ്ഞ് അമ്മയ്ക്കാണ് അവളോട് അറ്റാച്ച്മെൻറ്റ് കൂടുതൽ. അവളായാലും അമ്മേനെ കണ്ടില്ലെങ്കിൽ അവൾ നിൽക്കില്ല എന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പോയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ്. ഒന്നിനും തോന്നുന്നില്ല. ഞാൻ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്. അതാണ് അവസ്ഥ. നോക്കാം, കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ക്യാമറയോടാണ്. മറ്റേത് അവളുണ്ടെങ്കിൽ അവളോട് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. ഇപ്പം അവളും പോയല്ലോ അവരുടെ കൂടെ. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ അവളെ ഓർക്കുക. നാളത്തെ വീഡിയോയിൽ കാണാം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അവളെ കാണാണ്ടായിട്ട് എന്തിനെങ്കിലും വീഡിയോ ഇട്ട്. ഞാൻ അവളെ കാണാതെ ഞാൻ നേരത്തെ പോലെ റെക്കോർഡ് ചെയ്യുന്നതാണ്. പിന്നെ ലൈഫിൽ പല ഫേസ് സിറ്റുവേഷൻ വന്നപ്പോഴും യൂട്യൂബിൽ നിന്ന് മാറി നിന്നു ഞാൻ. അങ്ങനെ എൻ്റെ ചാനൽ കുറേ ഡൗണായി പോയി. എപ്പോഴും ലൈഫ് സ്റ്റൈലാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു ലൈഫിൻ്റെ ഭാഗമല്ലേ. എഡിറ്റ് ചെയ്യാനൊന്നും വയ്യ, എന്നാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇത് ഞാനല്ലായിരിക്കും, എൻ്റെ ഫ്രണ്ടായിരിക്കും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്കതിനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇല്ല. അങ്ങനെ നോക്കാം.